അത് മാത്രം ക്ലിയർ ചെയ്യാൻ ആദ്യം എല്ലാം സബ്മിറ്റ് ചെയ്തായിരുന്നു സാർ. ഫോർമാലിറ്റീസ് എല്ലാം നേരത്തെ കഴിഞ്ഞതാ. സാറൊന്ന് ഇടപെട്ട് അവിടെ നിന്ന് ക്ലിയർ ചെയ്തെന്ന് വളരെ നന്നായിരുന്നു. പ്ലീസ് സാർ. പേഴ്സണൽ പ്രോബ്ലം തോന്നി എത്ര ദിവസമാണ് ലീവ് എടുക്കുന്നത്? സാർ സത്യമായിട്ട് പേഴ്സണൽ പ്രോബ്ലം സാർ. അതിലും വലിയ പ്രോബ്ലം ഇവിടെ. ആനമലക്കാട്ടിൽ കോടിക്കണക്കിന് രൂപ മുടക്കി കാറ്റാടി യന്ത്രം സ്ഥാപിക്കാൻ ഓർഡർ വാങ്ങി അവിടെ ചെന്നപ്പോ ആ കാട്ടുവാസികളെ അമ്പും വില്ലും കൊണ്ട് ഉദ്യോഗസ്ഥരെ ഓടിക്കുക. നിനക്ക് അവരുടെ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരെയൊക്കെ അറിയാലല്ലേ? പോയി സംസാരിച്ച് അവരെ ഒഴിപ്പിക്കണം. അവന്മാര് പോയില്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് കൊന്നേക്കേ. പറഞ്ഞു കൊടുക്കണ कंडे मित्रा को सारा देपो सारा बुरा तेरिया दाऊद डुब्रे वा कंगम सारे रिबाका बिमिलारा പന്തി ലക്കെ തുളാപ്പ തുയക്കാങ്കേ മപ്പോ. നിങ്ങളുടെ നിയമവും ഭരണമൊന്നും കാട്ടിൽ നടക്കത്തില്ലെന്ന് അവർ പറയുന്നേ. ഇത് അവരുടെ ഭൂമിയാ. ഇവിടെ ആര് ജീവിക്കണോ ആര് ഭരിക്കണോ തീരുമാനിക്കണം അവരാണെന്ന്. കാട്ടുവാസികൾക്ക് ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല. ഒരു മണിക്കൂറിൽ കുടുംബവും കുട്ടികളായിട്ട് ഇവിടുന്ന് ഇറങ്ങി തന്നില്ലെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങളൊന്നും ജീവനോടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞേക്കോട്. കരാഞ്ചു കരാത്തൂരെ കരാഞ്ചൂരു തേരെ ബേരെ തറുവാ ഓണി ഇമ്രാനി ലിട്ട ഐറാവൾ ഉമാനെ സുലാബെ കാങ്കേം കെക്കുറ. ഒരു മണിക്കൂറല്ല 1000 വർഷം കഴിഞ്ഞാലും അവരുടെ ആൾക്കാർ ഇവിടെ തന്നെ കാണുമെന്നാ പറഞ്ഞത്. ഇതുവരെ ഇരയ്ക്ക് വേണ്ടിയാണ് ജീവൻ എടുത്തിരിക്കുന്നത്. ഇനി ഭൂമിക്ക് വേണ്ടി ജീവൻ എടുക്കാൻ പ്രേരിപ്പിക്കരുതെന്നാ പറയുന്നത്. ജീവിച്ച് പൊക്കോട്ടെന്ന് വിചാരിച്ചപ്പോ അഹങ്കാരം കൂടുന്നല്ലേ? ഹേയ് കൊന്നു തള്ളണല്ലേ? കമോൺ ഷൂട്ട്. മോളെ നോ. നീ ഇവിടെ എങ്ങനെ എത്തി? കാട്ടിന്റെ അകത്ത് പുലി വന്നപ്പോ ആ നിൽക്കുന്ന അങ്കിള് എന്നെ രക്ഷിച്ചാച്ചാ. മോളെ വർഷം പ്രാർത്ഥനയും പൂജയുമായി കഴിഞ്ഞിട്ട് അവസാനം ദൈവം തന്ന നിധിയായത്. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഞാൻ എന്റെ മോളെ കൊണ്ടുപോവാ. അവരെ അവിടുന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി അയച്ചപ്പോ കുഞ്ഞിനെ രക്ഷിച്ച് പുലിയെ പിടിച്ചു കഥ ഇറക്കുക. സർ അവരെന്റെ കുഞ്ഞിനെ. ഞാനൊന്നും പറയണ്ട സർ. തന്റെ പേഴ്സണൽ കാര്യമൊന്നും ഡ്യൂട്ടിയിലുണ്ടാക്കണ്ട. സോറി സർ. ഇറ്റ്സ് ഓക്കെ. ഉടനെ തന്നെ ഒഴിപ്പിക്കണം. AC മൈക്കിളിനോട് ഇങ്ങോട്ട് വരാൻ പറ. ഓക്കെ സാർ.
പോലീസ് അവരെയൊക്കെ ചുട്ടുവന്ന് കുഴിച്ചു മൂടിയിട്ട് ഓടി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞൊരു കള്ളക്കേസ് ഉണ്ടാക്കി എല്ലാവരെയും വിശ്വസിപ്പിക്കുകയും ചെയ്തു. ഇവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി. സാറേ, ഇപ്പൊ ആ കൂട്ടർ എവിടെയാ ഉള്ളത്? അവർക്കും ഇപ്പൊ ഒരു തലവനില്ലാതെ എവിടെ പോണെന്ന് പോലും അറിയാതെ ഇവിടെ തെക്കമലയായ ആനമലയിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് പോകണം. അല്ലാതെ ഇവന്റെ ആൾക്കാരെ അന്വേഷിച്ച് നിങ്ങൾ പോയാല് ആ ഇനം തന്നെ നാമാവശേഷമാവും. കുഞ്ഞെ, സാറ് പറഞ്ഞത് വളരെ ശരിയാ. ഇത് വാസിയുടെ കാടാ. ഇനി അവൻ നോക്കിക്കോളൂ എല്ലാ കാര്യങ്ങളും. നമുക്ക് തിരിച്ചു പോകാം. മുരുകൻ എന്തേ പറയുന്നേ? വാസിനെ തനിച്ചാക്കിയിട്ട് നമുക്കെങ്ങനെ പോകാൻ കഴിയും? വാസിയുടെ കൂട്ടരെ അവൻ കാണണം. അതിന് നമ്മളെന്നെ ഹെൽപ്പ് ചെയ്യണ്ട. അവർക്കെല്ലാവർക്കും നല്ലൊരു ജീവൻ കൊടുത്തിട്ട് വേണം വാസി ഇവിടുന്ന് കൊണ്ടുപോവാൻ. കുഞ്ഞെ, എന്താ ഈ പറഞ്ഞു വരുന്നേ? നിങ്ങൾക്ക് പോകണേ പോകാം. കാവ്യ മേഡം, ഞാൻ അങ്കിളിനോട് സംസാരിച്ചോളാം. ഞാനെങ്ങനെയാ മേഡമില്ലാതെ പോകുന്നേ? വാസി, വരൂ പോകാം. വാസി, ഞാൻ നിന്നെ വിട്ടുപിടിക്കാൻ പോവില്ല. കുഞ്ഞിനെ കൊണ്ട് പോയാ അപ്പൊ എന്റെ തീരുമാനം? അയ്യോ ദൈവമേ, എന്താ ചെയ്യുന്നേ? വേറെ ഒരു വഴിയില്ല. ഇവിടെ